ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ എക്സാം ഡേറ്റ് കേരള പി എസ് സി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2026 ജനുവരി 24 എക്സാം നടത്തുന്നത്. അതിനുള്ള കൺഫർമേഷൻ മെസ്സേജ് പ്രൊഫൈലിൽ ആക്റ്റീവാണ്. എക്സാം ഉള്ളവർ ഇപ്പോൾ തന്നെ പ്രൊഫൈലിൽ കയറിയിട്ട് കൺഫർമേഷൻ കൊടുക്കണം. ലാസ്റ്റിലേക്ക് വെക്കേണ്ട. കൺഫർമേഷൻ കൊടുക്കാൻ വിട്ടുപോയാൽ എക്സാം എഴുതാനുള്ള ഒരു ചാൻസാണ് നിങ്ങൾക്ക് നഷ്ടമാവുക. ഈ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഒറ്റ എക്സാം ആയിട്ടാണ് പി എസ് സി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിന് പ്രിലിംസ് എക്സാം വരുന്നില്ല, മെയിൻസ് മാത്രമേ വരുന്നുള്ളൂ. എക്സാമിൻ്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. സിലബസിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. ജി കെയിൽ വരുന്നത് ഏതൊക്കെയാണ് നോക്കാം. ചരിത്രത്തിന് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, കലാ കായികം സാഹിത്യം സംസ്കാരം എന്നിവയ്ക്ക് 4 മാർക്കാണ് കൊടുത്തത്. പിന്നെ വരുന്നത് ആനുകാലികം കറണ്ട് അഫയേഴ്സ് 10 മാർക്കുണ്ട്. ലഘുഗണിതം മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്ക്. ഈ സിലബസ് പ്രകാരം ജി കെ 40 മാർക്കും സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്ക്. ബാക്കി കറണ്ട് അഫയേഴ്സ്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം എന്നിവ 40 മാർക്കിനാണ് വരുന്നത്. സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചരിത്രം 5 മാർക്കാണ്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി മൂന്നിനും കൂടിയാണ് 5 മാർക്ക്. കേരള ഹിസ്റ്ററിയിൽ വരുന്നത് യൂറോപ്യന്മാരുടെ വരവ്, സംഭാവന, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇതാണ് കേരള ഹിസ്റ്ററിയിൽ വരുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1-ാം സ്വാതന്ത്ര്യ സമരം, INC, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ഇനി വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2-ാം ലോകമഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഇത്രയും പഠിച്ചാലാണ് നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അടുത്തത് ജിയോഗ്രഫി 5 മാർക്കാണ്. അതിൽ വരുന്നത് ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനില, ഋതുക്കൾ, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധതരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, വിദൂര സംവേദനം, മഹാസമുദ്രം, സമുദ്രചലനം, ഭൂഖണ്ഡങ്ങൾ എന്നിവയൊക്കെയാണ്. ഇന്ത്യൻ ജിയോഗ്രഫിയിൽ വരുന്നത് ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തരമഹാസമതലം, പീഠഭൂമികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കൾ, വ്യവസായം, ഊർജ്ജ സ്രോതസ്, ജല, റെയിൽ, വ്യോമ ഗതാഗതം. അടുത്ത കേരള ജിയോഗ്രഫിയിൽ ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കൾ, വ്യവസായം, ഊർജ്ജ സ്രോതസ്, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇത്രയും പഠിച്ചാൽ 5 മാർക്ക് സ്കോർ ചെയ്യാം. അടുത്ത എക്കണോമിക്സ്. ഇന്ത്യ സാമ്പത്തിക രംഗം, 5 ഇയർ പ്ലാന്, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. എക്കണോമിക്സിന് 5 മാർക്കാണ്. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക്. ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശം, നിർദ്ദേശക തത്വങ്ങൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ കടമകളും, പിന്നെ വരുന്ന ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. 5-ാമത്തത് കേരളം ഭരണവും ഭരണ സംവിധാനവും 3 മാർക്കാണ്. കേരളം സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. പിന്നെ ബയോളജി, ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും 4 മാർക്കാണ് അവിടെ പഠിക്കാനുള്ളത്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവ്, ജീവകങ്ങൾ, ധാതുക്കൾ, സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതി പ്രശ്നങ്ങളും.
അടുത്തത് ഫിസിക്സിന് 3 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഭൗതിക ശാസ്ത്രത്തിൻ്റെ ശാഖകൾ ചലനം, പ്രകാശം, ശബ്ദം, ബലം, ഗുരുത്വാകർഷണം, താപം, താപനില, പ്രവൃത്തി, ഊർജം എന്നിവയൊക്കെയാണ് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. അടുത്തത് കെമിസ്ട്രി 3 മാർക്ക്. ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, മൂലകങ്ങൾ വരുന്നുണ്ട്. അതിലാണ് ആവർത്തന പട്ടിക, ലോഹങ്ങളും ലോഹസങ്കരങ്ങൾ, ആസിഡ്, ആൽക്കലി, pH മൂല്യം, ആൽക്കലോയിഡ്സ് എന്നിവയൊക്കെയാണ് ഇതിൽ വരുന്നത്. 9ാമത് കലാ, കായികം, സാഹിത്യം, സംസ്കാരം. ഇവ 4ഉം പഠിച്ചാലാണ് നമുക്ക് 4 മാർക്ക്. ഇതൊരു വൈഡ് ഏരിയ ആണ്, പക്ഷേ പ്രധാനപ്പെട്ടത് നോക്കിപ്പോണം. കലയിൽ വരുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പഠിക്കേണ്ടത്. അടുത്തത് കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, പ്രധാന അവാർഡ്സ്, പ്രധാന ട്രോഫികൾ, പ്രധാന കായിക ഇനങ്ങൾ, കളിയുമായി ബന്ധപ്പെട്ട പ്രധാന പദം, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ദേശീയ ഗെയിംസ് ഇനങ്ങൾ എന്നിവയൊക്കെ ഇതിൽ നോക്കിപ്പോണം. പിന്നെ സാഹിത്യത്തിൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികനാമം, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, അവരുടെ എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, കാര്യങ്ങളൊക്കെ അതിൽ നോക്കണം. പിന്നെ വരുന്നത് സംസ്കാരമാണ്. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്ത ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ, അവയൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് കറണ്ട് അഫയേഴ്സ് ഒരു 2024 പകുതി തൊട്ട് 2025 ഫുള്ളും നോക്കിപ്പോണം. പിന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. മാത്സിൽ ഒരു 12 ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സ്, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, ശതമാനം, ലാഭം, നഷ്ടം, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയം, ദൂരം, സമയം, പ്രവൃത്തി, ശരാശരി, കൃത്യംഗങ്ങൾ, ജ്യാമിതീയ രൂപങ്ങൾ, പ്രോഗ്രഷൻ. ഇത്രയാണ് മാത്സിൽ വരുന്നത്. മെൻ്റൽ എബിലിറ്റിയിൽ ശ്രേണി, ഗണിത ചിഹ്നങ്ങൾ, സ്ഥാന നിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാവലോകനം, കോഡിംഗ്, ഡീകോഡിംഗ്, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്ക്, കലണ്ടർ, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. ഇനി നോക്കാനുള്ളത് ജനറൽ ഇംഗ്ലീഷ്. അതിൽ ഗ്രാമറും ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്. രണ്ടിനും 5 മാർക്ക്, ടോട്ടൽ 10 മാർക്ക്. ഗ്രാമർ നോക്കാം. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, different parts of speech, agreement of subject and verb, articles, primary and modal auxiliary, question tag, infinitive and gerunds, tenses in conditional sentences, prepositions, the use of correlatives, direct and indirect speech, active and passive voice, correction of sentences. vocabulary അത് 5 മാർക്കിനാണ്. അതിൽ വരുന്നത് സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, പ്രിഫിക്സ് ആൻഡ് സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, synonyms, antonyms, phrasal verb, foreign words, one word, words often confused, spelling test, idioms. ഇത്രയാണ് ഇംഗ്ലീഷിൽ വരുന്നത്. നെക്സ്റ്റ് മലയാളം 10 മാർക്കിനാണ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലി, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. അടുത്തത് നോക്കാനുള്ളത് 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതികളും 5 മാർക്ക്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 5 മാർക്ക്. വിവരാവകാശ നിയമം 2005 അതും 5 മാർക്ക്. മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ ഇതും 5 മാർക്കാണ്. മനഃശാസ്ത്രത്തിൽ മനുഷ്യ സ്വഭാവവും പ്രതികരണങ്ങളും, മനോവിശ്ലേഷണ സിദ്ധാന്തം, ആക്രമണോത്സുകത, ഇച്ഛാഭംഗം, മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വ്യക്തിയും സമൂഹവും, സംയോജനം, അഭിപ്രേരണ, ബുദ്ധി, ബഹുമുഖ സിദ്ധാന്തം. ഇത്രയും കാര്യങ്ങളാണ് 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ന് തൊട്ട് കൃത്യം 3 മാസമുണ്ട് ഈ എക്സാമിന്. പഠിക്കാൻ തുടങ്ങാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങണം. SCERT, മോക്ക് ടെസ്റ്റ്, PYQ എന്നീ കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. ഇതൊക്കെ പഠനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിക്കാം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.